തക്കാളിക്കും കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് ഒരു അടിപൊളി ചൂരക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചൂരയൊക്കെ കഴുകി പീസായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു തക്കാളിക്ക, അരമുറി സവാള, 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ട് ചതച്ച് വെക്കണം. 2 തണ്ട് കറിവേപ്പില. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. കറിവേപ്പില ഇടാൻ മറക്കല്ലേ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ മൂപ്പിക്കുക. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 3 പീസ് കുടംപുളി ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കറി കുറുക്കിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് കറിയെല്ലാം നന്നായിട്ട് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യണം. അടിപൊളി ചൂരക്കറിയാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.